ഇന്ന് നമ്മളെവിടേക്ക് കുഞ്ഞ പോണ ആണോ? തൊട്ടാക്കണ തൊട്ടേക്കോ തൊട്ടേക്കോ ദേശച്ചടം കൊണ്ടുണ്ട് അച്ചടാ പിടിച്ച് തൊട്ട് കുഞ്ഞൊരു പോയി തൊട്ട് അച്ഛൻ തൊട്ടെടുത്ത അച്ഛാ ഹായ് ഹായ് അയ്യടാ പോയി തൊട്ട് ഷേക്കന്നെ എടുക്കടാ ഹായ് താങ്ക് യു നന്ദി താങ്ക് യു നമ്മൾ ഇനി അവിടേക്ക് കുറെ ദൂരമുണ്ട് നമ്മൾക്ക് അപ്പൊ അവിടേക്ക് എത്തണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം ബൈ ബൈ നമ്മൾ ബസ്സിലാണ് കേട്ടോ ഡ്രാഗൺ മാർട്ടിലേക്ക് പോണത് നമ്മുടെ അവിടെ നിന്ന് ഒരു 1-2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഡ്രാഗൺ മാർട്ടായിട്ടോ ഡ്രാഗൺ മാർട്ട് 1ഉം 2 ഉണ്ട് ഇന്ന് നമ്മൾ പോയത് ഡ്രാഗൺ മാർട്ട് 2ലേക്കായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ നെസ്റ്റോയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഡ്രാഗൺ മാർട്ടിൽ മെയിനായിട്ട് കുട്ടികളുടെ ടോയ്സ് അതേപോലെ തന്നെ മെറ്റീരിയൽസ് പിന്നെ നമ്മുടെ വീടുകളിലെ ടൈല് ബൾബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണയാണ് തോന്നുന്നു പോയപ്പോൾ ഷാർജയിൽ നിന്ന് കുഞ്ഞിപ്പാറുവിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫാമിലി കൂട്ടുകാരിയുള്ള അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു നമ്മളവിടെ വെച്ച് കണ്ടുകിട്ടാം അപ്പോൾ അവരെന്തോ മെറ്റീരിയലോ അതെന്തോ വാങ്ങാൻ വേണ്ടി പർച്ചേസ് ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു ഡ്രാഗൺ മാർട്ടിലേക്ക് എല്ലാവരും കുട്ടികളുടെ ടോയ്സ് വാങ്ങാനേക്കും ഇവിടേക്കാണ് വരാം ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിതിൽ പോകുമ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ പല തരത്തിലുള്ള ടോയ്സൊക്കും ഹോൾസെയിലായിട്ട് ഇവിടെ വെക്കുന്നുണ്ടായിരിക്കും ഞാൻ പണ്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ആമസോൺ നൂണിലേക്കും ടോയ്സ് അങ്ങനെ കൊടുക്കുന്ന കമ്പനി ചൈനക്കാരൻ്റെ കമ്പനിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇവിടെ ഈ ഡ്രാഗൺ മാർട്ടിൽ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ അവരവിടുന്ന് ചൈനയിൽ നിന്ന് ഈ ടോയ്സേക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് വേറെ ചെറുകിടായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കൊടുക്കും അങ്ങനെയായിരുന്നു ഹോൾസെയിലായിട്ട് ചെയ്യണ ഒരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രാഗൺ മാർട്ട് 2 ആണ് കേട്ടോ നമ്മൾ 1ലാണ് കഴിഞ്ഞ തവണ നമ്മൾ പോയിരുന്നത് ഈ തവണ 2ലേക്ക് വന്നു ഇവിടെ കണ്ടോ വലിയ വണ്ടികളാണ് കേട്ടോ ഇതെന്തോ ഒരു വലിയൊരു കുഞ്ഞൊരു കുട്ടി ബസ് പോലത്തെ സീറ്റുകളിലേക്ക് ഇരിക്കാൻ പറ്റിയത് പിന്നെ ഇതേ കണ്ടോ ജീപ്പ് പിന്നെ കുഞ്ഞു ഓട്ടോറിക്ഷകളേക്കും കണ്ടോ ഒരാൾക്ക് ഇരുന്ന് പോകാനുള്ള കുട്ടി ഓട്ടോറിക്ഷയും കണ്ട് എന്തായാലും കുഞ്ഞിപ്പാറിനും കുഞ്ഞാറ്റിക്കും ഭയങ്കര സന്തോഷമായി അവരെല്ലാ വണ്ടിയുടെ മുകളിലും കയറിയിരിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അവർ കയറിയിരിക്കുമ്പോൾ എന്തെങ്കിലും പറയാറങ്ങാനൊക്കെ പറയും പിള്ളേരായതുകൊണ്ടേ കയറിയിരിക്കല്ലേ പിന്നെ നോക്കി പലതരത്തിലുള്ള സൈക്കിളുകൾ സ്കൂട്ടറുകൾ അങ്ങനെ ഇതിൻ്റെ തന്നെ ഒരു ഹോൾസെയിലാണ് ഫുള്ള് ഇതിന് തന്നെ ഒരു 2-3 കുറേ കടകൾ ഇതിൻ്റെ തന്നെ ഉണ്ടാവും ഡ്രാഗൺ മാർട്ടിൻ്റെ ഉള്ളിൽ അത് തന്നെ ഡ്രസ്സുകളുടെ ആണെങ്കിലും ചില കടയിലേക്കും ഡ്രസ്സുകൾക്ക് നല്ല ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റും കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് 5 ദർഹത്തിന് 10 ദർഹത്തിനൊക്കെ ഡ്രസ്സുകൾ കൊടുക്കണം അതേപോലെ തന്നെ 3 ദർഹത്തിന് മേക്കപ്പ് സാധനങ്ങൾ കിഡ്സിൻ്റെ ആക്സസറീസ് ഇല്ലേ ഹെയർ ബാൻഡ് പിന്നെ മുടി ഇടുന്നത് അതിക്ക് 3 ദർഹത്തിന് അങ്ങനത്തെ കുഞ്ഞു ഷോപ്പുകൾ ഇതിലുണ്ട് അതേപോലെ തന്നെ വലിയ നല്ല പൈസ ഒക്കെയുള്ള സാധനങ്ങൾ വാങ്ങേണ്ട ഷോപ്പുകളുണ്ട് കേട്ടോ പിന്നെ നോക്കിയാൽ ലൈറ്റിൻ്റെ കണ്ടു ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ കൂടിക്കും പോകുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്നെസ് എല്ലാ ലൈറ്റുകളിലേക്കും ഇങ്ങനെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ എല്ലാതും കുഞ്ഞിപ്പാറിന് കുഞ്ഞാറ്റയ്ക്ക് ഈ വണ്ടിക്കും വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ചേട്ടൻ വെറുതെ വിലയ്ക്കും ചോദിച്ചു അപ്പോൾ വില കേട്ടപ്പോൾ നമ്മൾ പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ നല്ല പൈസ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുട്ടികളുടേക്ക് നല്ല ഉടുപ്പുകളിലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഉടുപ്പുകൾക്ക് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ 50 ദർഹത്തിനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് വീട്ടിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇല്ലേ അതെനിക്ക് 5 ദർഹം 10 ദർഹത്തിനേക്കും 15 ദർഹത്തിനേക്ക് ഇട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റിക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടി അവളവിടെ പോയിട്ട് ആ കുഞ്ഞ് ബൊമ്മക്കുട്ടീനേക്ക് എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിപ്പാറ് നേരെ പോയത് ടോയ്സിൻ്റെ സെഷനിലേക്കാണ് അവൾക്ക് കാർട്ടൂണിൽ അവളുടെ ഡയാന റോമ കാർട്ടൂണിലേക്ക് അവൾ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ആ കാർട്ടൂണിൽ കാണുന്ന സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ അമ്മേ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെയും പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമായി
കുഞ്ഞിപ്പാറ് ഒരേ കളിപ്പാട്ടങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ കൊണ്ടുപോകണം കുഞ്ഞ് ട്രോളി. എന്നിട്ട് കുഞ്ഞാ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തിനാ ട്രോളി അമ്മ മോൾക്ക്? ഉണ്ണീനിയാ? ഉണ്ണികളെ രണ്ടാളും ഈ കളിപ്പാട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ട് ഞാൻ ചേട്ടൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. പിന്നെ ചേട്ടൻ ഒന്നും നോക്കിയില്ല, ഒന്നറിയാത്ത പോലെ ചേട്ടൻ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. നമ്മളധികം ശ്രദ്ധിക്കുമ്പോഴാണല്ലോ ഇവരത് വാങ്ങുന്നു ഇത് വാങ്ങുന്നു പറയണത്. അപ്പോൾ ഒന്നറിയാത്ത പോലെ ചേട്ടൻ ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും അച്ഛൻ്റെ പിന്നാലെ തന്നെ പോയിട്ടാ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ബൈക്കുകളിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബൈക്കുകളിലേക്ക് കണ്ടപ്പോൾ ചേട്ടന് ഈ ബൈക്ക് ഇത്തിരി ക്രൈസാണ് കേട്ടോ. ചേട്ടൻ പണ്ട് പറയാനുണ്ട് ഇത്ര ഡ്രൈവിംഗ് ലൈസൻസ് 17ാമത്തെ വയസ്സിലോ 12ാമത്തെ വയസ്സിലോ എടുത്തപ്പോൾ തന്നെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പാച്ചി ബൈക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്കും പറഞ്ഞു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങാണ്. കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ഫുള്ള് നമ്മൾ നടക്കണ വഴിയിൽ ഫുള്ള് ഇങ്ങനെ ടോയ്സും പിള്ളേരെ ആകർഷിക്കേണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണികളെല്ലാതും തൊട്ട് നോക്കിയും പിടിച്ച് നോക്കിയിട്ടും അച്ഛനെ കുറേ മസ്കറ്റിട്ടേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ചേട്ടനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ചേട്ടൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നെസ്റ്റോയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിലേക്ക് ഒന്ന് വെറുതെ പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് കോർട്ടിൽ നല്ല വീക്കെൻഡൊക്കെ ആകുമ്പോൾ നല്ല പൈസ കുറവിന് നമുക്ക് KFC ആണെങ്കിലും ബിരിയാണി ആണെങ്കിലേക്കും നല്ല നോർമൽ പ്രൈസിനേക്കാളും നല്ല ഓഫറിന് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് കോർട്ടിന് എന്തെങ്കിലും വാങ്ങാം, അതേപോലെ തന്നെ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ വാങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ബിരിയാണിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഹൈദരാബാദ് ബിരിയാണിയോ എന്താണെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ വാങ്ങിച്ചത്. ബിരിയാണി ഇഷ്ടമായോ സുഡു? പക്ഷെ നല്ല ഇതുണ്ട്. ഇവിടെ ബെന്ന് കഴിക്കണ്ട ചിക്കൻ കഴിക്കും. ബെന്ന് കഴിക്കണ്ട ചിക്കൻ കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉണ്ണികൾക്ക് എന്തായാലും സന്തോഷമായി. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളിവിടെ ഹാപ്പി ആയിരിക്കണം. എല്ലാവരും അവിടെ ഹാപ്പി ആയിരിക്കുക. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.